ഹേ ഗൈസ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. യെസ്, നേപ്പാൾ. പെട്ടെന്നുണ്ടായ യാത്രയായതുകൊണ്ട് നമ്മുടെ അടുത്ത് റിസർവ്ഡ് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ പോണത്. അങ്ങനെ ഇരുന്നും കടന്നും ആടിയും ഉലഞ്ഞൊക്കെ നമ്മൾ 2 ദിവസത്തിന് ശേഷം ഡൽഹി എത്തി. നമ്മളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ച റീലും നോക്കി ഗുരുദ്വാര പോകാമെന്ന് കരുതി. അവിടെ ഫ്രീ ഫുഡും ഫ്രീ സ്റ്റേ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഡൽഹിയിലെ തന്നെ ഏറ്റവും വലിയ ഗുരുദ്വാരയായ ബംഗ്ലാ സാഹിബ് ഗുരുദ്വാരയ്ക്ക് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് അവിടെ നിന്ന് പോയി. ശേഷം കൂടിയൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. അവിടെ നല്ല ദാൽ റൊട്ടിയും അതേപോലെ ദാൽ കറിയും അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ കിടന്നു. അങ്ങനെ മോർണിംഗ് നമ്മൾ നാസ്തിയൊക്കെ കഴിച്ച് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പിന്നെ സരോജിനി മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് 4:30 ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഗോരഖ്പൂറേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. സീറ്റൊന്നും കിട്ടിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും പോകുന്ന പോലെയല്ല ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടി ഹിച്ചേക്കൊക്കെ ചെയ്ത് പോകണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അതാകുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു തോട്ടിലാണ് പോകുന്നത്. അതുപോലെ ഈ ഒരു ഡൽഹി ടു ഗോരഖ്പൂർ ട്രെയിനിലാണ് ഏറ്റവും മോശമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ട്രെയിൻ ജേർണി നടത്തിയിട്ടുള്ളത്. ആ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് ഈ ഒരു യാത്രക്ക്. ഏതായാലും 3 ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഫൈനലി വി ആർ ഇൻ ഗോരഖ്പൂർ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹൈവേയിലേക്ക് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തി. സ്ഥിരം പോകുന്നതിൽ വ്യത്യസ്തമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മളതിൽ ടെൻറ്റ്, അതുപോലെ സ്ലീപ്പിംഗ് മാറ്റ്, അതുപോലെ കുക്കിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൊനോലിക്ക് ഇവിടുന്ന് ഏകദേശം 97 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറുന്ന വണ്ടി കേട്ടോ. ഗോരഖ്പൂറിന് നമുക്ക് സൊനോലി ഭാഗത്തേക്ക് കൊട്ടവണ്ടി കിട്ടിയിട്ട് അതിന് നമ്മൾ പോയിക്കൊണ്ട് വേണം. മുമ്പ് സൊനോലി ബോർഡർ എത്തൂല, ബോർഡറെടുത്തോളം മാക്സിമം നമുക്ക് പോവാം. അതെ, നടക്കാം. बस मिलेगा पुणे पे इधर से भी गाड़ी आती है, सिद्धार्थनगर से, तो वो भी इधर ही से मुड़ के इधर निकलती है. इधर गोरखपुर और फिर बस्ती साइड से गाड़ी आती है, वो भी इधर ही से निकलेगी. जो भी गाड़ी सोनोली इधर ही है, इधर ही जो इस रूट पे जाएगा वही समझ लीजिए उधर में सीधा है. और कुछ गाड़ियाँ अंदर से भी होके जाती है, फिर आगे से ही रास्ता जाते है, इसमें मिलता है. तो हो सकता है सामने लिखा रहेगा सनोली, या मतलब पूछ लीजिएगा, बताएंगे. ओके, थैंक यू भैया, थैंक यू. മച്ചാനൊരേ പൊളി. ഇത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. 500 കൊടുത്ത് AC ബസ് എടുത്താൽ കിട്ടുമോ ഈ വൈബ്? അതെ, എത്ര ലോക്കലായി പോണോ അത്ര നല്ലത്. അതെ, ആദ്യത്തെ വണ്ടിയിലപ്പോൾ നമ്മൾ ഏകദേശം 50 കിലോമീറ്ററോളം മുമ്പിലോട്ട് പോകുന്നു കേട്ടോ. भैया सोनोली
അല്ല അല്ലാതാണ് സൈഡാക്കണ്ടേ സൈഡാക്കണ്ടേ ചലോ ഇയാളെ കൊമ്പ് പിടിച്ചാ ചെരുപ്പൂരിട്ട് വാ आकाश അതിലൊരു വണ്ടി കുടുങ്ങി വെള്ളം ഭയ്യാ ടീക്കേ നടന്നു. സമയം ഏകദേശം 9:30 ആയതുകൊണ്ട് തന്നെ നമ്മൾ നാസ്ത കഴിക്കാൻ നേരി നമ്മളെ കയ്യിലാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന റവിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമ്മൾ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളെ ഹൈവേന്റെ തൊട്ടടുത്ത് തന്നെയല്ല ഒരു കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ നേരിടും. അപ്പോൾ അവിടെ ആ കൃഷിക്കാരും അവരുടെ തന്നെ തോട്ടമാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം 18 കിലോമീറ്ററാണ് സോനോലി ബോർഡറിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ മൂപ്പര് കാണിച്ചു തരുന്നുണ്ട്, ആ ദൂരെ കാണുന്നത് നേപ്പാൾ എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുക്ക് ചെയ്യാനാണ്. അപ്പോൾ അവരും ഓക്കെയാണ്, ഫുൾ സപ്പോർട്ട്. അപ്പോൾ നമ്മളെന്തായാലും നാസ്ത കഴിച്ചിട്ട് അടുത്ത വണ്ടി പിടിക്കാമെന്ന് കരുതി. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും അതിൽ അവരുടെ വീട്ടിൽ പോയി വെള്ളമൊക്കെ എടുത്തു പോന്നു, കുക്ക് ചെയ്യാനുള്ള വെള്ളമൊക്കെ എടുത്തു പോന്നു. പിന്നെ നമ്മൾ കുക്ക് ചെയ്യണം. भैया आपका नाम? ब्रजेश. अच्छा, आपका नाम? आपका नाम? आपका नाम? രാജാറാം. अच्छा, നമ്മൾ കുക്കിങ്ങിന് തുടങ്ങാറുള്ളപ്പോൾ തന്നെ ഒരു വമ്പ സപ്പോർട്ടാട്ടോ. നമുക്ക് റൂമാണെങ്കിൽ റൂം സെറ്റാക്കി തരാം, അങ്ങനെയൊക്കെ പറയിട്ട് സംഭവം അടിപൊളി. നല്ല കാറ്റാ, ഒന്നും കുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നെ ഫുള്ള് മൂടിക്കെട്ടി ചെയ്യണേ. ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില, പരിപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. കടുകും വെളിച്ചെണ്ണയും മാത്രമല്ല, പിന്നെ ഉപ്പും. ഒടുക്കം കൊടുത്തത് कुटी കൊടുത്താ കുട്ടി आराम से बैठ खा रहे हैं आप लोग भूखे हो, आप लोग खाना घर से खाते हैं, हम लोग खा रहे हैं, आप लोग तो रास्ते में उसमें शुगर डाले हैं. शुगर नहीं, എന്താ ഇനി പറയാ, സാൾട്ട്, നമക്. और इसमें शुगर है, शुगर है भैया छोटा वा ना. टेस्ट करे, देखो टेस्ट करो. केरला से ए कैसे आपको नहीं, क्यों नहीं?
चावल बारिश होगा, धान का पेड़ पौधा लगाएंगे, 2 महीने में वो भी तैयार होगा तो वो चावल देगा, बात है हम लोग। ചാവൽ ആ കാണുന്ന മരങ്ങൾക്കപ്പുറം നേപ്പാളാണെന്നാ പറയുന്നത്. चावल रोटी है, आटा रोटी है, आटा ചാതിപരമാണ് ചെറിയ പാളകളൊക്കെ ഉണ്ടാവും. പോരെ साधन कहाँ पर है? साधन वहाँ पर है, साधन സാധൻ कैसे जाओगे? कैसे जाओगे? ട്രക്ക് ട്രക്ക് हाँ उधर को रुक जाए आगे। लिफ्ट मांग के जाइए। ശരി. चलो। अरे काठमांडू छोटू. जाएंगे क्या? हाँ അവരോടും വിട പറഞ്ഞു ഗൈസ്. പ്ലാനം വണ്ടി കിട്ടിയാൽ ഉപ്പുമാവ് സീനും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരല്ല കിട്ടുന്നതാ. നല്ല വിശപ്പുണ്ടായിരുന്നു. സാധനം സെറ്റാട്ടോ. ഞങ്ങക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം നമുക്ക്. ഇപ്പൊ തുടക്കക്കാരാണല്ലോ, കയറാം. അപ്പൊ നമുക്ക് ഇനി ആഡ് ചെയ്ത് ഇങ്ങനെ തുടങ്ങാം. അതെ, എന്തായാലും നല്ല മനുഷ്യന്മാര് ഇല്ലേ? ഒരു പറ്റം നല്ല മനുഷ്യന്മാര്. അത് ഫുള്ളാടാ. ശരിക്കോ चप्पल यहाँ पर निकाल दो भाई. भैया आपका नाम क्या है? नाम क्या है? भाई साहब नाम क्या है? हाँ अरबन. എന്തായാലും നമുക്ക് 10 മിനിറ്റ് കൊണ്ട് വണ്ടിട്ടുണ്ടോ? 10 മിനിറ്റ് ഏകദേശം അടുത്ത വണ്ടിക്ക് 18 കിലോമീറ്റർ ഉണ്ട്. 10-15 യാത്ര. भैया ഏകദേശം സൊനോലി ബോർഡർ എത്തിക്കണം. ഇവിടുന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യണം, സിം കാർഡ് എടുക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. എന്താ നടക്കാൻ അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആധാർ കാർഡോ നമ്മളെന്തെങ്കിലും ഒരു പ്രൂഫ് സെക്യൂരിറ്റിക്കാരുണ്ടാവും. അവരെ കാണിച്ചതിന് ശേഷം അവർ നമ്മളെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യും, ബോഡി ഒന്ന് ചെക്ക് ചെയ്യും. അത്രേ ഉള്ളൂ പ്രൊസീജിയർ. ഇപ്പം നമ്മൾ നേപ്പാളിലേക്ക് ഒഫീഷ്യലായിട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം. നമ്മൾ ടോട്ടൽ 20,000 ഇന്ത്യൻ റുപ്പിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. 1.6 ആണ് ഇപ്പോഴത്തെ നേപ്പാളി വാല്യൂ എന്ന് പറയുന്നത്. 32K നമുക്ക് ടോട്ടൽ കിട്ടി. ശേഷം നമ്മൾ നമസ്തേ സിം കാർഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് പൊക്കരയിലേക്ക് ഏകദേശം 6 മണിക്കൂറാണ് ട്രാവൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ടാക്സി എടുത്തു. ഷെയർ ടാക്സിക്ക് നമുക്ക് 2 ആൾക്കാർക്ക് 2100 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മൾ ബസ് നോക്കിയിരുന്നെങ്കിലും പക്ഷേ ബസ് ആ ടൈമിൽ ഇനി ഇല്ല, ഇനി രാത്രി ഉള്ളൂ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ബസ്സാണെങ്കിൽ ശരിക്കും വേറെ റൂട്ടാണ് വരുന്നത്. ഈ ഷെയർ ടാക്സിൻ്റെ റൂട്ട് പറഞ്ഞാൽ 184 കിലോമീറ്റർ അങ്ങനെയാണ് ഉള്ളത്. ബസ്സാകുമ്പോൾ 240 കിലോമീറ്റർ അങ്ങനെ വരുന്നുണ്ട് ടോട്ടൽ പൊക്കരയിലേക്ക്. അപ്പോൾ ഇവരുടെ ശരിക്കൊരു ഷോർട്ട് റോഡാണെങ്കിലും വഴിയൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയിലുണ്ടായിരുന്ന പകുതിയിലേറെ ആൾക്കാരും നല്ല രീതിക്ക് വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടൈം ഏകദേശം 8:30. നമ്മൾ പൊക്കരയിലെത്തി. നമ്മൾ പൊക്കരെത്തി, റൂമെടുത്തു, ഫുഡ് സെറ്റ് ചെയ്യാണ്. ഇത്രയൊക്കെ പവർ ഉണ്ടായില്ല ഇതിന്. ഇതാണ് നമ്മളെ റൂം. നമുക്ക് 4 പേര് വേറെ ഉണ്ട്. നമ്മൾ മലയാളി ചെക്കന്മാർ വേറെ ആൾക്കാരുണ്ടായിനി നമ്മളെ വണ്ടിയിൽ. ഈ റൂമിന് 2,600 വരുന്നത്.
2,000 റൂമിന് 5 ആൾ വരെ പോകുന്ന പറഞ്ഞത്. അങ്ങനെ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ കുളിച്ചിട്ടില്ല. ഇനി ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ നന്നാക്കി ഒന്ന് ഫ്രഷായി കുളിച്ചു. ഇനി നാളെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.